ബാക്ക് പ്രൊപ്പഗേഷൻ ലാസ്റ്റിൽ പറയാം. നെക്സ്റ്റ് ചെയിൻ റൂൾ പറയാം. ചെയിൻ റൂൾ എന്ന് പറയുമ്പം ഇവിടെ നമുക്ക് ചെയിൻ റൂൾ വെച്ചിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന വേറൊരു മെത്തേഡ്. നമ്മൾ സാധാ ചെയിൻ റൂൾ പഠിച്ചിട്ടുണ്ട്, ഇത് വേറൊരു രീതിയിലാണ്. അതായത് ഇപ്പോൾ ഡി ബൈ ഡി എച്ച് ഓഫ് എഫ് ഓഫ് ജി എച്ച്, അതായത് എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ അകത്ത് ജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൂടെ ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ ആദ്യം ആ ഒരു ഇക്വേഷൻ ജസ്റ്റ് നോക്കുക, എഫ് ഡാഷ് ജി ഓഫ് എക്സ്. അതായത് ആദ്യം നമ്മൾ എന്താ ആ എഫിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം, എന്നിട്ട് പിന്നെ എഫിനകത്തുള്ള ജിയുടെ ഡെറിവേറ്റീവ് എടുക്കണം. അത്രേ ഉള്ളൂ സംഭവം. ഇനി നമ്മൾ ഒരു പ്രോബ്ലം പറയാം. എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു 2x + 1 ദ ഹോൾ റേസ്ഡ് 4 എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എടുത്തു. അത് നമ്മളാണെങ്കിൽ ചെയിൻ റൂൾ വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു 2x + 1 ദ ഹോൾ റേസ്ഡ് 4 എന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയുക, ഇവിടെ നമ്മളുടെ അകത്തത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമുക്കിതിനെ എങ്ങനെ രണ്ട് ഫംഗ്ഷൻ ആക്കി എഴുതാം. 2x + 1 ദ ഹോൾ റേസ്ഡ് 4 അല്ലേ. അപ്പോൾ രണ്ട് ഫംഗ്ഷൻ നമുക്ക് എടുക്കാം. എഫ് ഓഫ് ജി ഓഫ് എക്സും വേണം, ജി ഓഫ് എക്സും വേണം. ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ അകത്തത്തെ ഫംഗ്ഷൻ ആയിരിക്കും. ഇവിടെ അകത്തത്തെ ഫംഗ്ഷനായിട്ട് എടുക്കാൻ പറ്റുന്ന ഏതാ, 2x + 1. 2x + 1 ജി ഓഫ് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് ജി, അല്ലെങ്കിൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ, 2x + 1 ജി ആണെങ്കിൽ 2x + 1ന്റെ സ്ഥാനത്ത് ജി ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെ വരും, ജി റേസ്ഡ് 4 എന്ന് എഴുതും. അപ്പോൾ നമ്മൾ എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് ആ ഒരു ഫോമിലാക്കി. ഇനി എച്ച് ഡാഷ് എക്സ് എങ്ങനെ കണ്ടുപിടിക്കണം, ആ ഒരു ഫോർമുല എഫ് ഡാഷ് ജി ഓഫ് എക്സ് ഡോട്ട് ജി ഡാഷ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഡാഷ് ജി ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. എഫ് ഡാഷ് ജി എന്ന് പറയുന്നത് എന്താ, ജി റേസ്ഡ് 4ന്റെ ഡെറിവേറ്റീവ് എന്താ, 4g³ ഇൻറ്റു ജി ഡാഷ് എക്സ് എന്ന് പറയുന്നത് എന്താ, ജി ഓഫ് എക്സ് എന്താ, 2x + 1. അതിനെ വിത്ത് റെസ്പെക്ട് വെച്ച് ചെയ്യുമ്പോൾ 2 വരും. അപ്പോൾ 4g³ ഇൻറ്റു 2, ഫൈനലി ജിയുടെ വാല്യൂ എന്തായിരുന്നു, 2x + 1. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെഴുതുക. ഇതെന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ അല്ലാതെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാവുന്ന സാധനമേ ഉള്ളൂ. അത് സിംപ്ലി ഡെറിവേറ്റീവ് എടുത്താലും എന്ത് തന്നെ വരത്തുള്ളൂ, 8 2x + 1 ഹോൾ ക്യൂബ് അല്ലേ വരത്തുള്ളൂ. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ചെയിൻ റൂൾ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കാണിക്കണം, സ്റ്റെപ്പ് വൈസ്. ഇനി അല്ലാതെ ഇങ്ങനെ ചെയ്യാൻ ഇനിയും അഥവാ അറിയത്തില്ല, മറന്നു പോയെന്നുണ്ടെങ്കിൽ മറ്റേ രീതിയിലായാലും ചെയ്ത് അറ്റൻഡ് ചെയ്ത് വെക്കണം. ഇനി അടുത്തത് രണ്ട് ഫങ്ഷൻസ് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്, സിഗ്മോയിഡ് ഫംഗ്ഷനും റെലു ഫംഗ്ഷനും. സിഗ്മോയിഡ് ഫംഗ്ഷന്റെ കേസ് പറയുന്നത്, സിഗ്മോയിഡ് ഫംഗ്ഷന്റെ ഇക്വേഷൻ ഇങ്ങനെ, അത് കാണാൻ പഠിക്കണം. സിഗ്മ ഓഫ് എക്സ് ഈക്വൽ ടു 1/1 + e raised to -x ഈക്വൽ ടു 1 + e raised to -x ദ ഹോൾ റേസ്ഡ് -1 എന്ന് എഴുതാം. അതായത് ഇതിനെ നമ്മൾ ചെയിൻ റൂൾ വെച്ചിട്ട് എഴുതാൻ പോകാം, നേരത്തെ ഇതുപോലെ തന്നെ. അപ്പോൾ 1/1 + e raised to -x എന്ന് പറയുമ്പോൾ എങ്ങനെ, 1 + e raised to -x ദ ഹോൾ റേസ്ഡ് -1 എഴുതാമല്ലോ. അപ്പോൾ ഇവിടുത്തെ ജി ഓഫ് എക്സ് ആയിട്ട് എന്തെടുക്കാം, 1 + e raised to -x എടുക്കാം. അപ്പോൾ എഫ് ഓഫ് ജി എന്ത് വരും, ജി റേസ്ഡ് to -1. പിന്നെ നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ ജി റേസ്ഡ് to -1ന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എങ്ങനെ വരും, -g raised to -2. പിന്നെന്താ 1 + e raised to -xന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താ, 1 കോൺസ്റ്റന്റ് 0 ആയിപ്പോകും. ബാക്കി എന്താ, -e raised to -x. പിന്നെ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഫൈനലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇതൊരു ആക്ടിവേഷൻ ഫംഗ്ഷൻ ആയിട്ട് യൂസ് ചെയ്യും, എന്ത്, സിഗ്മോയിഡ് ഫംഗ്ഷൻ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് റെലു ഉണ്ട്. റെലു എന്ന് വെച്ചാൽ റെക്ടിഫൈഡ് ലീനിയർ യൂണിറ്റ് ഫംഗ്ഷൻ. റെലു ഈക്വൽ ടു അതിന്റെ ഇക്വേഷൻ ആണ് മാക്സ് ഓഫ് 0, h 0, h < 0 ആൻഡ് h when h > 0. അതാണ് ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ d/dx എടുക്കുമ്പോൾ d/dx ഓഫ് റെലു ഈക്വൽ ടു d/dx ഓഫ് മാക്സ് 0h, d/dx ഓഫ് 0x 0 when h < 0, h when h > 0. അപ്പം നമ്മൾ എങ്ങനെ എടുക്കും, അപ്പം നമ്മളത് ഒന്നുമില്ല, ആ രണ്ട് ഫംഗ്ഷനും ഡെറിവേറ്റീവ് എടുക്കുക. അതായത് d/dx ഓഫ് 0 when h < 0, d/dx ഓഫ് h when h > 0. 0യുടെ ഡെറിവേറ്റീവ് എന്തുവാ, 0യുടെ ഡെറിവേറ്റീവ് 0 തന്നെ. hന്റെ ഡെറിവേറ്റീവ് എന്താ, 1. അപ്പം 0 h < 0 ആകുമ്പോൾ 0യും h > 0 ആകുമ്പോൾ 1 വരും. അതൊരു ആക്ടിവേഷൻ ഫംഗ്ഷൻ ആയിട്ട് യൂസ് ചെയ്യും. പിന്നെ നമുക്ക് tan h ഫംഗ്ഷൻ ഉണ്ട്. tan h ഓഫ് hന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്, e raised x - e raised - h divided by e raised h plus e raised -x. അതിനെ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, sin h ഓഫ് h divided by cos h ഓഫ് h എന്ന് കൊടുക്കാം. അപ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എങ്ങനെ വരുമെന്നാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് d/dx ഓഫ് sin h ഓഫ് h divided by cos h ഓഫ് h എങ്ങനെ, കോഷ്യന്റ് റൂൾ പറയാം. കോഷ്യന്റ് റൂൾ എങ്ങനെ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ദ ഹോൾ സ്ക്വയർ അല്ലേ. അപ്പം നമ്മൾ അതായത് എഫ് ഓഫ് എക്സ്, അതായത് എങ്ങനെ, ജി ഓഫ് എക്സ് ഇൻറ്റു എന്താ എഫ് ഡാഷ് എക്സ്
മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടുത്തെ ഡിനോമിനേറ്റർ ഏതാ? കോസ് എച്ച് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എച്ച് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എച്ച് ഓഫ് എക്സ് മൈനസ് എന്താ ന്യൂമറേറ്ററിലുള്ള ഫംഗ്ഷൻ ഏതാ? സൈൻ എച്ച് ഓഫ് എക്സ് ഇൻറ്റു ഡിനോമിനേറ്ററിൽ ആരോ ഉള്ള കോസ് എച്ച് ഓഫ് എക്സ്, അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ സൈൻ എച്ച് ഓഫ് എക്സ്. ഇവിടെ എച്ച് ഫംഗ്ഷനൊക്കെ എന്താ സൈൻ എച്ച് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ കോസ് എച്ച് എക്സും കോസ് എച്ച് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ സൈൻ എച്ച് എക്സും. നമ്മൾ സാധാരണ രീതി കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, പക്ഷേ നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ സൈൻ എച്ച് എക്സ് അല്ലെങ്കിൽ കോസ് എച്ച് എക്സിന്റെ കേസിൽ സൈൻ എച്ച് എക്സ് ആയിട്ട് ഡെറിവേറ്റീവ് മൈനസ് ഇല്ല, അത് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ അത് ജസ്റ്റ് ഒന്നുകൂടെ എഴുതുന്നേ ഉള്ളൂ. കോസ് എച്ച് എക്സ് ഇൻറ്റു കോസ് എച്ച് എക്സ് എങ്ങനെ എഴുതാം? കോസ് എച്ച് സ്ക്വയർ എക്സ് മൈനസ് പിന്നെ സൈൻ എച്ച് എക്സ് ഇൻറ്റു സൈൻ എച്ച് എക്സ് എങ്ങനെ എഴുതാം? സൈൻ എച്ച് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എച്ച് സ്ക്വയർ എക്സ്. അത് ജസ്റ്റ് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനിയും നെക്സ്റ്റ് എന്ന് പറയുമ്പം ഇത് ജസ്റ്റ് ഇത് മിസ് ജസ്റ്റ് എന്താ ആ ഒരു ഡിവിഷൻ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് കൊടുത്തതേ ഉള്ളൂ. ടാനസ് ഫംഗ്ഷൻ ഒന്നും ചോദിക്കണമെന്നില്ല, അത് ജസ്റ്റ് ബാക്കി ജസ്റ്റ് ഞാൻ ഇത്രയും ചെയ്താൽ മതിയോന്ന് അറിയത്തില്ല. ജസ്റ്റ് ഞാൻ ആ ഒരു മിസ് ജസ്റ്റ് അതിന്റെ ഒരു ഡെറിവേറ്റീവ് ഡി ബൈ ഡി എച്ച് കോഷ്യൻ റൂൾ വെച്ച് എടുത്ത് നോക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്ത് നോക്കി എഴുതി വെച്ചെന്നേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ഓഫ് മൾട്ടിവേരിയറ്റ് കാൽക്കുലസ്. ഇഫ് ലിമിറ്റ് എക്സിസ്റ്റ് ദെൻ ലിമിറ്റ് എക്സ് കോമ വൈ ടെൻസ് ടു എ ബി എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എൽ. അതായത് എ ബി എന്ന് പറയുന്ന പോയിന്റിലുള്ള ഒരു ലിമിറ്റ് നമ്മൾ കൊടുത്തു കഴിയുവാണെങ്കിൽ അതിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും ഒരു വാല്യൂ നമുക്ക് കിട്ടും. എക്സാമ്പിൾ അതിനെ പറയാൻ പോകുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ അതിന്റെ ക്വസ്റ്റ്യനാ ലെറ്റ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദെൻ ഫൈൻഡ് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 എഫ് ഓഫ് എക്സ് വൈ. നമുക്കിവിടെ തന്നിരിക്കുന്ന പോയിന്റ് എന്താ? 0 0യാ. അപ്പം നമ്മൾ ഏതൊക്കെ നോക്കണം? നമ്മൾ മെയിനായിട്ട് നോക്കുന്ന നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് കുറച്ച് കേസസ് ഉണ്ട്. ഇവിടെ നമ്മൾ ഫസ്റ്റ് തുടക്കത്തിൽ നോക്കുന്ന അലോങ് എക്സ് ആക്സിസ് നോക്കും, അലോങ് വൈ ആക്സിസ് നോക്കും, അലോങ് വൈ ഈക്വൽ ടു എക്സ് നോക്കും. എല്ലാത്തിനും നമുക്ക് സെയിം വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ ഓക്കെ, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സെയിം വാല്യൂ അല്ല വരുന്നെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ആ ഒരു സംഭവം. അപ്പൊ അലോങ് എക്സ് ആക്സിസ് ആണെങ്കിൽ അവിടെ എന്താ? വൈ ഈക്വൽ ടു 0. അപ്പൊ ലിമിറ്റ് എക്സ് കോമ വൈ ടെൻസ് ടു 0 0 എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 വൈ അലോങ് എക്സ് ആക്സിസ് എങ്ങനെയാ പോയിന്റ്? എക്സ് കോമ 0, അതായത് വൈ അവിടെ 0. അപ്പൊ എക്സ് കോമ 0 എന്ന് കൊടുക്കുമ്പോൾ ഒന്നുമില്ല, എക്സിന്റെ സ്ഥാനത്തല്ല ആ ഫംഗ്ഷന് 0 ഇട്ട് കൊടുക്കണം. നമ്മുടെ ഫംഗ്ഷൻ എന്താ? എക്സ് വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ? എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ 0 ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെ വരും? 0 ബൈ 0 പ്ലസ് വൈ 0 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 0 എന്ന് വരും. അപ്പൊ എന്ത് വരും? 0 ബൈ എക്സ് സ്ക്വയർ എന്താ? 0. അതേപോലെ തന്നെ എന്താ വൈ ആക്സിസ് എന്ന് പറയുമ്പോൾ എക്സ് 0 ആക്കി കൊടുക്കുക. അപ്പൊ 0 ബൈ 0 പ്ലസ് വൈ സ്ക്വയർ, അതും 0. ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ വൈയും എക്സ് ഈക്വൽ ആവുന്ന കേസ്. അപ്പൊ എങ്ങനെ വരും? ലിമിറ്റ് എക്സ് കോമ വൈ ടെൻസ് ടു 0 0 എഫ് എക്സും വൈ ഈക്വൽ ആണെങ്കിൽ എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് എക്സ് എന്ന് എഴുതല്ലോ. അപ്പൊ നമ്മൾ വൈയുടെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക? എക്സ് ഇട്ട് കൊടുക്കുക. അപ്പൊ എങ്ങനെ വരും? എക്സ് പ്ലസ് എച്ച് സ്ക്വയർ. അപ്പൊ എച്ച് സ്ക്വയർ ബൈ 2 സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ ക്യാൻസൽ ആയിപ്പോ 1/2 വരും. അത് എന്താ? നോട്ട് ഈക്വൽ ടു 0. അപ്പൊ എവിടെയായാലും സെയിം അല്ലാതെ വന്നാൽ പിന്നെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് എന്ത് എഴുതിയാൽ മതി? ലിമിറ്റ് ഡസന്റ് എക്സിസ്റ്റ്. കാരണം എന്താ? പല കർവിൽ അതിന് പല വാല്യൂ, എങ്ങനെ എടുത്താലും ലിമിറ്റിന് സെയിം വാല്യൂ ആണെങ്കിൽ മാത്രമേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് പറയാനായിട്ട് ഒക്കത്തുള്ളൂ. ഇനിയും എഫ് ഓഫ് എക്സ് വൈ ഇസ് കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് എ ബി ഇഫ് എഫ് ഓഫ് എ ബി ഇസ് ഡിഫൈൻഡ്. അതായത് ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ 3 കാര്യങ്ങളായിരിക്കണം. അത് ഡിഫൈൻഡ് ആയിരിക്കണം. എഫ് ഓഫ് എ ബി ഡിഫൈൻഡ് ആയിരിക്കും. എഫ് ഓഫ് എ ബി ഡിഫൈൻഡ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇപ്പൊ 2 3 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് ആ ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു വാല്യൂ കാണണം. ഇനി നമ്മൾ ആ പോയിന്റ് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ അതിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ഇപ്പം പറഞ്ഞ പോലെ കേസ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. എക്സിസ്റ്റ് ചെയ്യുന്ന ലിമിറ്റ് എന്തിനോട് ഈക്വൽ ആയിരിക്കണം? നമുക്ക് എഫ് ഓഫ് എ ബി, അതായത് ആ ഒരു പോയിന്റ് ഫംഗ്ഷൻ ഇട്ട് കൊടുക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്? അതിനോട് ഈക്വൽ ആയിരിക്കണം. ഇനി ചെക്ക് വെദർ ദ ഫോളോയിങ് ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് 0 0. ഇനി ഇതേപോലെ തന്നെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനായിട്ടാണ്. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് എഫ് ഓഫ് എ ബി കണ്ടുപിടിക്കണം, പിന്നെ ലിമിറ്റ് എക്സ് കോമ വൈ ടെൻസ് ടു എ ബി എഫ് ഓഫ് എക്സ് വൈ നോക്കണം, പിന്നെ ഫൈനലി അത് രണ്ട് ഈക്വൽ ആണോ നോക്കണം. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു ഫംഗ്ഷൻ ഉണ്ട് 0 0 ആണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ ആദ്യം എഫ് ഓഫ് 0 0 ഇട്ട് കൊടുക്കണം. എന്തുവാ? എക്സിന് -0 ഇട്ട് കൊടുക്കണം. അപ്പൊ 4 × 0 സ്ക്വയർ പ്ലസ് 0 -3 × 0 × 0 സ്ക്വയർ. അപ്പൊ ഫൈനൽ ആൻസർ
നമുക്ക് എന്തുവാ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫുൾ 0. ഇനി നെക്സ്റ്റ് ലിമിറ്റ് കണ്ടുപിടിക്കണം. ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ നേരത്തെ ഇതുപോലെ എന്ത് ചെയ്യണം, അലോങ് എക്സ് ആക്സിസ് ചെയ്യണം, അലോങ് വൈ ആക്സിസ് ചെയ്യണം, അലോങ് എക്സ് എക്സ് ചെയ്യണം. അപ്പൊ എങ്ങനെ അലോങ് എന്താ എക്സ് ഈക്വൽ ടു വൈയും ചെയ്യണം. അപ്പൊ അലോങ് എക്സ് ആക്സിസ് നോക്കുമ്പോൾ എന്താ y 0. അപ്പൊ എഫ് ഓഫ് എക്സ് കോമ 0 ഫംഗ്ഷനകത്ത് എന്താ വൈയുടെ സ്ഥാനത്തെല്ലാം 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും, ഫൈനൽ ആൻസർ 0 തന്നെ വരും. ഇനി എന്താ അലോങ് വൈ ആക്സിസ് എന്ന് പറയുമ്പോൾ എച്ച് 0 ആക്കി കൊടുക്കുമ്പോൾ നമുക്ക് ലിമിറ്റ് 0 കിട്ടും. പിന്നെ എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് എക്സ് എടുക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് നമുക്കിവിടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എക്സ് ക്യൂബാണ് കിട്ടുന്നത്. ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എക്സ് ക്യൂബാ. അതായത് ലിമിറ്റ് എക്സ് കോമ വൈ ടെൻസ് ടു 0 0 എഫ് ഓഫ് എക്സ് എക്സ്. അപ്പം വൈയുടെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക, എച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ 4 × എച്ച് സ്ക്വയർ × എച്ച് മൈനസ് 3 × എച്ച് × എച്ച് സ്ക്വയർ. അപ്പോൾ 4 x³ മൈനസ് 3 x സ്ക്വയർ 3 x³ എന്ത് വന്നു, എക്സ് ക്യൂബ് തന്നെ വന്നു. ഇനി ഈ പോയിന്റ് എങ്ങോട്ടാ ടെൻഡ് ചെയ്യുന്നത്, 0 0യിലേക്കാണ്. നമുക്ക് കിട്ടിയ ഉത്തരം എന്താ, എക്സ് ക്യൂബാ. അപ്പൊ എക്സിന് 0 ഇട്ട് കൊടുക്കാമല്ലോ, കാരണം പോയിന്റ് എങ്ങോട്ടാ, എക്സ് എന്ന് പറയുന്ന കോർഡിനേറ്റ് എങ്ങോട്ടാ ടെൻഡ് ചെയ്യുന്നത്, 0യിലേക്കാ. അപ്പൊ ആൻസർ എന്ത് തന്നെ വരും, 0 വരും. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി കിട്ടിയ ലിമിറ്റും ആദ്യമേയുള്ള എഫ് ഓഫ് 0 0 എന്താ 0 അല്ലേ, എല്ലാം 0 സെയിം വാല്യൂ. അപ്പൊ അതെന്തെന്ന് പറയാം, കണ്ടിന്യൂസ് എന്ന് പറയാം. ഇനി ഇതേപോലെ തന്നെ അടുത്തൊരു പോയിന്റും അടുത്തൊരു ഫംഗ്ഷനും തന്നിട്ടുണ്ട്, ജി ഓഫ് എക്സ് വൈ. അതും ഇതുപോലെ ഇട്ട് നോക്കുക. ഇവിടെ ജി ഓഫ് 0 0 ഇട്ട് കൊടുക്കുമ്പോൾ 0/0, അത് നോട്ട് ഡിഫൈൻഡാ. പിന്നെ അലോങ് എക്സ് ആക്സിസ് നോക്കുമ്പോൾ 1 കിട്ടും, അലോങ് വൈ ആക്സിസ് നോക്കുമ്പോൾ -1. അപ്പോഴേ അങ്ങ് നിർത്തുക, കാരണം ഡിഫറെന്റ് വാല്യൂ വന്നില്ല, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ എന്തല്ല, അത് കണ്ടിന്യൂസ് അല്ല. ഇനിയും ഇതേപോലെ നമുക്ക് ഹോംവർക്ക് തന്നിട്ടുണ്ട്. ഇതേ സെയിം രീതിയിൽ തന്നെ കണ്ടുപിടിക്കാനായിട്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ നോക്കുക. അപ്പൊ ആദ്യമേ ആ പോയിന്റ് ഫംഗ്ഷനകത്ത് ഇട്ട് കൊടുക്കുക. പിന്നെ ലിമിറ്റ് ഉണ്ടോ നോക്കുക. ലിമിറ്റ് ഈക്വൽ അല്ല വന്നു കഴിഞ്ഞാൽ ബോത്ത് ലിമിറ്റ്സ് ആർ ഡിഫറെന്റ്, കണ്ടിന്യൂസ് അല്ലാന്ന് എഴുതിയാൽ മതി. പിന്നെ പിന്നെ അടുത്ത കേസ് എന്ന് പറയുന്നത് ഇതേ സെയിം സംഭവം തന്നെയാണ്. അപ്പോൾ 0 0 എന്ന് പറയുന്ന പോയിന്റ് 0 0 ഇട്ട് കൊടുക്കുമ്പോൾ 0 കിട്ടി. ലിമിറ്റ് നോക്കുമ്പോഴും നമുക്ക് എന്താ, ലിമിറ്റ് ഡിഫറെന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് നിർത്തി കണ്ടിന്യൂസ് അല്ലാന്ന് എഴുതിയാൽ മതി. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഡിഫറൻഷ്യബിൾ. എഫ് ഓഫ് എക്സ് വൈ ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് പോയിന്റ് എ ബി ഇഫ് ലിമിറ്റ് എച്ച് കെ ടെൻസ് ടു 0 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് കോമ ബി പ്ലസ് കെ മൈനസ് എഫ് ഓഫ് എ ബി മൈനസ് എച്ച് എഫ് എക്സ് എ ബി മൈനസ് കെ എഫ് ഐ എ ബി ഡിവൈഡഡ് ബൈ √h² പ്ലസ് k². ഈ ഒരു ഇക്വേഷൻ ആണെങ്കിൽ കാണാൻ പഠിക്കാനേ വഴിയുള്ളൂ. ഇത് കാണാൻ പഠിക്കുക, ഈ ഒരു സംഭവം കാണാൻ പഠിക്കുക. ഇതാണ് ഡിഫറൻഷ്യബിലിറ്റി അറ്റ് പോയിന്റ് എ ബി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി ഡിഫറൻഷ്യബിലിറ്റിയുടെ കണ്ടീഷൻസ് എന്താണെന്ന് വെച്ചാൽ, ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അത് അത് ഡിഫറൻഷ്യബിളും ആയിരിക്കും. ഒരു ഫംഗ്ഷൻ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അത് ഡിഫറൻഷ്യബിൾ ആകാതിരിക്കാം, ആ ഒരു കേസ്. ഇനി ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലെങ്കിൽ അത് ഡിഫറൻഷ്യബിൾ ആകത്തില്ല, അത് ഉറപ്പാ. ഒന്നുകൂടെ പറയാം, ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അത് ഡിഫറൻഷ്യബിൾ ആകാതിരിക്കാം, ഉറപ്പ് പറയാനൊന്നും നോക്കത്തില്ല. പക്ഷേ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അത് ഉറപ്പായിട്ടും എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ലെങ്കിൽ അത് ഉറപ്പായിട്ടും എന്തായിരിക്കും, കണ്ടിന്യൂസ് അല്ലായിരിക്കും. ആ ഒരു സംഭവം പറഞ്ഞു. ഇനി നെക്സ്റ്റ് ഡിഫറൻഷ്യബിലിറ്റി. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് വൈ കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കണം, പക്ഷെ ഡിഫറൻഷ്യബിൾ അല്ലാന്ന് കാണിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കുമ്പം ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ. ഇവിടെ നമ്മൾ y ഈക്വൽ ടു എക്സ് എടുക്കുന്നുണ്ട്, y ഈക്വൽ ടു എം എക്സ് എടുക്കുന്നുണ്ട്. ആ ഒരു വ്യത്യാസം കാണിക്കാൻ വേണ്ടി, അത് എല്ലായ്പ്പോഴും സെയിം പോയിന്റ് എടുക്കണമെന്നില്ല, നമ്മൾ അത് കാണിക്കാൻ വേണ്ടിയാ ജസ്റ്റ് വേറൊരു പോയിന്റ് എടുത്തിരിക്കുക. നമുക്ക് വേണമെങ്കിൽ അലോങ് എക്സ് ആക്സിസ് അലോങ് വൈ ആക്സിസ് ഇതും നോക്കാം, നോ പ്രോബ്ലം. അലോങ് എക്സ് ആക്സിസ് അലോങ് വൈ ആക്സിസ് അലോങ് y ഈക്വൽ ടു എക്സും എടുക്കാം. പക്ഷെ ഇവിടെ നമുക്കാണെങ്കിൽ വേറൊരു പോയിന്റ് വേറൊരു രീതിയിലും എടുക്കാമെന്ന് കാണിക്കാൻ വേണ്ടി അലോങ് y ഈക്വൽ ടു എം എക്സ് എടുത്ത്. അപ്പം ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കണം. അപ്പൊ ലിമിറ്റ് എക്സ് കോമ വൈ ടെൻസ് ടു 0 0 എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് 0 0. അപ്പൊ നമ്മളിവിടെ ഫംഗ്ഷൻ എടുത്തെഴുതി കഴിഞ്ഞിട്ട് ഇവിടെ നോക്കുന്ന അലോങ് y ഈക്വൽ ടു എം എക്സ് കർവാണ് നോക്കുന്നത്. അപ്പൊ എങ്ങനെ വരും, y ഈക്വൽ ടു എം എക്സ് എന്ന് പറയുമ്പോൾ വൈയുടെ സ്ഥാനത്ത് എം എക്സ് ഇട്ട് കൊടുക്കുക. അപ്പൊ എങ്ങനെ വരും, എക്സ് എം എക്സ് ഡിവൈഡ് ബൈ √h² പ്ലസ് n² വരും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അപ്പം h² പിന്നെ ഒരു h² റൂട്ടിന്റെ വെളിയിൽ എടുത്ത് കഴിയുമ്പോൾ ക്യാൻസൽ ആയി പോകും. ബാക്കി എം എക്സ് ബൈ √1 പ്ലസ് m² വരും. എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്താ, ഫൈനൽ ആൻസർ 0 വരും. ഇനി അലോങ് y ഈക്വൽ ടു എക്സ് എടുത്തിട്ടുണ്ട്, y ഈക്വൽ ടു എക്സ് എടുക്കുമ്പോഴും എങ്ങനെ വരും, y എച്ച് എടുക്കുമ്പോൾ വൈയുടെ സ്ഥാനത്തല്ല എച്ച് ഇട്ട് കൊടുക്കുമ്പോൾ h² ബൈ √2h വരും. അതും ഫൈനലി എച്ച് എങ്ങോട്ട് അറ്റൻഡ് ചെയ്യുന്നത്, 0യിലേക്ക്. അപ്പൊ എച്ചിന് 0 വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ഫൈനൽ ആൻസർ 0 വരും. ഇനി എഫ് ഓഫ് 0 0 എടുത്ത് നോക്കുക. എഫ് ഓഫ് 0 0 എടുത്ത് നോക്കുമ്പം എന്താ, എഫ് ഓഫ് 0 0 കൊടുത്താലും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത്,
ആ ഒരു സീറോ വാല്യൂ തന്നെ. അപ്പം നമുക്ക് കണ്ടിന്യൂസ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. എഫ് ഓഫ് 0 കൊടുത്താലും നമുക്കത് കണ്ടിന്യൂസ് ആണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പം ഇനി അതായത് കണ്ടിന്യൂസ് ആണ് നമ്മൾ പ്രൂവ് ചെയ്ത്. ഇനി ഡിഫറൻഷ്യബിൾ എന്താ അല്ലാന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഡിഫറൻഷ്യബിൾ അല്ലാന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? എഫ് എക്സ് കണ്ടുപിടിക്കണം, എഫ് ഐ കണ്ടുപിടിക്കണം. എഫ് എക്സ് എഫ് ഐ ഞാൻ ആദ്യം പഠിപ്പിച്ചില്ലായിരുന്നു, ഒരു എന്താ പറയാ, നമ്മൾ ഡിഫറൻഷ്യബിലിറ്റി ഓഫ് യൂണിവേരിയറ്റ് ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചില്ലേ, അതിനോട് ഏകദേശം സെയിം ആയിട്ട് വരുന്നതാണ് ഇക്വേഷനാ. അതായത് പക്ഷെ ഇവിടെ നമുക്ക് എന്താ എക്സും വൈയും ഉണ്ടെന്നേ ഉള്ളൂ. അതായത് ഇപ്പം ആ ഒരു ഇക്വേഷനും കൂടെ ജസ്റ്റ് കാണാൻ പഠിച്ചു വെക്കുക. അതായത് എഫ് എക്സ് ഓഫ് 0 കണ്ടുപിടിക്കുക, ലിമിറ്റ് എച്ച് ടെൻസ് 0, ആ ഒരു എഫ് ഓഫ് 0 അല്ലേ, അപ്പൊ എങ്ങനെ വരും? ആ എക്സ് ഇപ്പൊ എഫ് എക്സ് കണ്ടുപിടിക്കുന്നെങ്കിൽ എക്സ് കോർഡിനേറ്റിന്റെ അവിടെ എന്ത് വരും? 0+h വരും. 0+h,0 മൈനസ് എഫ് ഓഫ് 0 ബൈ h. ബാക്കിയെല്ലാം യൂണിവേരിയറ്റ് മാതിരി തന്നെ. പിന്നെ അടുത്ത എഫ് ഐ കണ്ടുപിടിക്കുമ്പോഴാണ് എഫ് 0, അത് യൂണിവേരിയറ്റ് ആയിട്ട് കമ്പയർ ചെയ്ത് പഠിക്കേണ്ട, കൺഫ്യൂഷനോ. ഇത് ഇതേപടി പഠിച്ചാൽ മതി. ഇനി എഫ് ഐ ആണെങ്കിൽ എന്ത് വരും? കോർഡിനേറ്റിനകത്ത് എഫ് ഓഫ് 0, 0+k മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ കെ വരും. എഫ് ഐ ആണെങ്കിൽ കെ എന്ന് പറയുന്നത് കോർഡിനേറ്റ് എടുക്കുക, എച്ച് ആണെങ്കിൽ എച്ച് എന്ന് പറയുന്നത് കോർഡിനേറ്റ് എടുക്കുക. അതോടെ എഫ് എക്സും എഫ് ഐയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ മെയിൻ ഇക്വേഷനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. മെയിൻ ഇക്വേഷനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ എഫ് ഓഫ് 0+h 0+k നമ്മൾ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പം എന്നിട്ട് നമ്മൾ എന്താ വീണ്ടും അലോങ് k ഈക്വൽ ടു എം എച്ച് അല്ലെങ്കിൽ k ഈക്വൽ ടു എച്ച്. നേരത്തെ എന്തുവായിരുന്നു? കണ്ടിന്യൂറ്റി നോക്കുമ്പോൾ എച്ച് ഈക്വൽ ടു വൈ ഈക്വൽ ടു എം എച്ച് ഒക്കെ എടുത്തില്ല. അതേപോലെ തന്നെ ഓരോ കേർവ് എടുത്ത് നോക്കുക. ഓരോ കേർവ് എടുത്ത് നോക്കി കഴിയുമ്പോൾ ഡിഫറെന്റ് വാല്യൂ ആണോ സെയിം വാല്യൂ ആണോ നോക്കുക. സെയിം വാല്യൂ ആണെങ്കിൽ എന്തായിരിക്കും? ലിമിറ്റ് യൂണീക്ക് ആണ്. സെയിം വാല്യൂ ആണെങ്കിൽ ലിമിറ്റ് യൂണീക്ക് ആണ്. സെയിം വാല്യൂ അല്ലെങ്കിൽ എന്താ? ലിമിറ്റ്സ് യൂണീക്ക് അല്ല. അപ്പൊ അതെന്താ? നോട്ട് ഡിഫറൻഷ്യബിൾ. ഇതെന്ന് പറയുമ്പം ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയാം. അതായത് ഇപ്പൊ എഫ് ഓഫ് 0 ഈ ഫംഗ്ഷനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെ 0/0 വരും. അപ്പൊ അത് ആക്ച്വലി നോ ഡിഫൈൻഡ്, അപ്പൊ ആകത്തില്ല. പക്ഷേ ഇവിടെ ഓൾറെഡി ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട് എക്സ് വൈ 0 ആവുന്നിടത്ത് 0 ആന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് എഫ് ഓഫ് 0 ആന്ന് ഓൾറെഡി ഈ ക്വസ്റ്റ്യനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരത്തില്ലെങ്കിലും നമുക്കൊന്നും പറയാനൊക്കത്തില്ല, കാരണം ക്വസ്റ്റ്യനകത്ത് അങ്ങനെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെയാണെന്ന് അങ്ങ് വിചാരിക്കുക. അതുകൊണ്ടാണ് ഇത് കണ്ടിന്യൂസ് ആന്ന് വരുന്നത്. പിന്നെ ഡിഫറൻഷ്യബിലിറ്റി നോക്കുമ്പോൾ നമ്മൾ ആ ഒരു വാല്യൂസ് എല്ലാം എന്താ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അതായത് നമുക്ക് കിട്ടിയ വാല്യൂസ്, അതായത് എഫ് എക്സ് 0 കിട്ടി, എഫ് ഐ 0 കിട്ടി. അപ്പൊ എഫ് ഓഫ് 0+h, 0+k എങ്ങനെ വരും? എഫ് ഓഫ് എച്ച് കെ മൈനസ് എഫ് ഓഫ് 0 ബാക്കി എല്ലാം 0 എഫ് എക്സ് 0, എഫ് ഐ 0, എഫ് ഓഫ് 0 ബാക്കി ഡിവൈഡഡ് ബൈ √h²+k². പിന്നെ എഫ് ഓഫ് എച്ച് കെ ആണെങ്കിൽ ഓൾറെഡി എച്ച് കെ എങ്ങനെ എഴുതുന്നത്? എഫ് ഓഫ് എച്ച് വൈ എന്തുവാ? എച്ച് വൈ ഡിവൈഡഡ് ബൈ √h²+y². ആ എച്ചിന്റെ അടിസ്ഥാനത്ത് എച്ചും കെ ഇട്ട് കൊടുത്താൽ മതി. ഫൈനലി എന്നിട്ട് നമുക്ക് കിട്ടി. എന്നിട്ട് ഓരോ കർവ് എടുത്ത് നോക്കാൻ നേരത്തെ ഇതുപോലെ തന്നെ കർവ് എടുക്കുമ്പോൾ ഡിഫറെന്റ് വാല്യൂ കിട്ടുന്നെങ്കിൽ ലിമിറ്റ് യുണീക്ക് അല്ല, എന്താ? അപ്പം ഡിഫറൻഷ്യബിൾ അല്ല. ഇനി ഇതേപോലെ തന്നെ നെക്സ്റ്റ് ഉള്ളത് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കാൻ പറയുന്നുണ്ട്. കാൽക്കുലേറ്റ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് g at 0 ഷോ ദാറ്റ് g is not differentiable at 0. ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കാൻ പറയുമ്പോൾ ഒന്നുമില്ല, സാധാരണ രീതി പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കല് ഏതാ? ജി എക്സും ജി വൈയും എടുത്താൽ മതി. ജി എക്സ് നേരത്തെ എഫ് എക്സും എഫ് വൈയും കണ്ടുപിടിച്ചില്ല, അതേമാതിരി ലിമിറ്റ് വെച്ചിട്ട് ജി എക്സും ജി വൈ കണ്ടുപിടിക്കുക. പിന്നെ ഡിഫറൻഷ്യബിലിറ്റി എന്താ? ആ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് ഏതെങ്കിലും രണ്ട് കർവ് എടുത്ത് കൊടുത്തിട്ട് ഡിഫറെന്റ് വാല്യൂ ആണെങ്കിൽ എന്താ? അത് ഡിഫറൻഷ്യബിൾ അല്ല. ഇനിയും ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഫോർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് വൈ ദ ഓർഡർ ഈസ് 1/3 ഷോ ദാറ്റ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് അറ്റ് 0 ബൈ കാൽക്കുലേറ്റിംഗ് ദം ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് 0. അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കണം, പക്ഷെ ഡിഫറൻഷ്യബിൾ അല്ലാതെ എനിക്ക് സെയിം സംഭവം തന്നെ എഫ് എക്സ് എഫ് ഐയും കണ്ടുപിടിക്കുമ്പോൾ എന്താ? പാർഷ്യൽ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0, അതുകൊണ്ട് രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ എന്താ? രണ്ട് കർവിലും എന്താ? ഡിഫറെന്റ് വാല്യൂസ് വരും. അതായത് രണ്ട് കർവ് ഇവിടെ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം k ഈക്വൽ ടു എം എച്ച് എടുക്കുമ്പോൾ തന്നെ ഇൻഫിനിറ്റിയാണ് വരുന്നത്. അപ്പൊ എന്താ? നോട്ട് ഡിഫറൻഷ്യബിൾ അല്ല. പിന്നെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്, അത് ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇത്ര ഡിഫറൻഷ്യബിലിറ്റിയുടെ കേസ് പറയുന്നത്. പിന്നെ ഇത് ലിമിറ്റ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ഓഫ് മൾട്ടി വേരിയബിൾ കാൽക്കുലസ്. ഇത് സിലബസിനകത്ത് ഡയറക്റ്റ് ഒന്നും തന്നിട്ടില്ല, പിന്നെ നമുക്ക് ചോദിച്ചാൽ ഇത് ചെയ്യാനറിയണം. പിന്നെ റെലു പറഞ്ഞു, ടാൻജ് പറഞ്ഞു, സിഗ്മോയിഡ് പറഞ്ഞു, ചെയിൻ റൂൾ പറഞ്ഞു, ഏഷ്യം പറഞ്ഞു.
ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ബാക്ക് പ്രൊപ്പഗേഷൻ. ഓട്ടോമാറ്റിക് ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ വരെ പറഞ്ഞായിരുന്നല്ലോ, സീക്വൻസ് ഓഫ് പ്രിമിറ്റീവ് ഓപ്പറേഷൻ എങ്ങനെ എഴുതാം, അതൊന്നുകൂടെ പറയാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് ഇ റേസ്ഡ് എക്സ് ക്യൂബ് പ്ലസ് കോസ് എക്സ് ക്യൂബ് പ്ലസ് ഇ റേസ്ഡ് എക്സ് ക്യൂബ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കിടക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് ഇവിടെ എന്താ കിടക്കുന്നത്, എക്സ് ക്യൂബ് കിടക്കുന്നത്. അപ്പൊ അതിന് എ കൊടുക്കും. പിന്നെ ഈ അടുത്ത ആരാ കിടക്കുന്നത്, ഇ റേസ്ഡ് എക്സ് ക്യൂബ്. അപ്പം ബി ഈക്വൽ ടു ഇ റേസ്ഡ് എന്ന് എഴുതാം. എക്സ് ക്യൂബ് എ ആണല്ലോ, അപ്പൊ ഇ റേസ്ഡ് എന്ന് എഴുതാം. പിന്നെ നെക്സ്റ്റ് എന്ത്, എക്സ് ക്യൂബ് പ്ലസ് ഇ റേസ്ഡ് എക്സ് ക്യൂബ് എടുക്കണം. അപ്പൊ എക്സ് ക്യൂബ് എന്തുവാ എയും, ഇ റേസ്ഡ് എക്സ് ക്യൂബ് എങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇ റേസ്ഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്, അതെന്താ ബി. അപ്പൊ എ പ്ലസ് ബി. ഇനി അടുത്ത എന്താ, റൂട്ട് എക്സ് ക്യൂബ് പ്ലസ് ഇ റേസ്ഡ് എക്സ് ക്യൂബ് എങ്ങനെ എഴുതാം, റൂട്ട് സി. പിന്നെ ഇനെ എങ്ങനെ എഴുതാം, കോസ് സി ആയിട്ട് എഴുതാം. പിന്നെ എഫ് എന്താ ഫൈനൽ ഡി പ്ലസ് സി. ഇനി ഇത് ഓരോന്നിന്റെ ഡെറിവേറ്റീവ് നമ്മൾ എടുത്തു വെച്ചു. ഇനി ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പം നമ്മൾ നോക്കുമ്പം ഡോ എഫ് ബൈ ഡോ സി, എഫിനകത്ത് ഡോ എഫ് ബൈ ഡോ സി അതെങ്ങനെ എടുക്കുന്നത് വെച്ചാൽ എഫിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ആരൊക്കെ ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്. ഈ ഡിക്കകത്ത് ഇക്കകത്ത് ആരാ ഉള്ളത്, കോമൺ ആയിട്ട് സി ആ ഉള്ളത്. അപ്പൊ ഡോ എഫ് ബൈ ഡോ സി എടുത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സി എടുത്ത് ചെയ്തു. സി എടുത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് സിക്കകത്ത് ആരൊക്കെയാ ഉള്ളത്, എയും ബിയും. അപ്പൊ ഡോ എഫ് ബൈ ഡോ ബി എടുക്കുന്നുണ്ട്, പിന്നെ ഡോ എഫ് ബൈ ഡോ എയും എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എക്കകത്ത് ആരാ ഉള്ളത്, എക്സ് ആ ഉള്ളത്. അപ്പൊ ഡോ എഫ് ബൈ ഡോ എക്സ് എടുക്കും. അങ്ങനെ ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പിന്നെ ഇനി അടുത്തത് ഇതേപോലെ തന്നെ ഉള്ള ഒരു പ്രോബ്ലംസ് ആണ്. ഇസഡ് ഈക്വൽ ടു ഡബ്ല്യു എക്സ് പ്ലസ് ബി. ടി വൺ കേൾക്കുന്നുണ്ട്, പറ. സി ഈക്വൽ ടു എ പ്ലസ് ബി. എടാ നമ്മൾ ഫസ്റ്റ് ഏറ്റവും ചെറുതായിട്ടുള്ള ഫംഗ്ഷൻ, അതായത് ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത, അതായത് എന്ന് വെച്ചാൽ നമുക്ക് എന്താ മുറിച്ച് എഴുതാൻ പറ്റാത്ത ഫംഗ്ഷൻ ഏതാ, എക്സ് ക്യൂബ്. അപ്പൊ അതെ അതെ, എഫ് ഓഫ് എക്സ് എടുക്കണം. അതെ ഞാൻ പറഞ്ഞുതരാം. എക്സ് ക്യൂബ് അല്ലയോ എ ആയിട്ട് എടുത്തേ, അത് മനസ്സിലായല്ലോ. എക്സ് ക്യൂബിനെ നമ്മൾ എ ആയിട്ട് എടുത്തു. പിന്നെ അടുത്ത ടേം എന്തുവാ കിടക്കുന്നത്, ഇ റേസ്ഡ് എക്സ് ക്യൂബ് കിടക്കുന്നുണ്ടോ, ഇ റേസ്ഡ് എക്സ് ക്യൂബ്. ഇ റേസ്ഡ് എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ എക്സ് ക്യൂബ് എന്തുവാ എ അല്ലേ, എ ആയിട്ട് നമ്മൾ കൊടുത്തു. അപ്പൊ ഇ റേസ്ഡ് എന്ന് എഴുതാമല്ലോ, ഇ റേസ്ഡ് എക്സ് ക്യൂബ്, എക്സ് ക്യൂബ് എ. അപ്പൊ ഇ റേസ്ഡ് എന്ന് എഴുതാമല്ലോ ഒരു ടേമിന്. അത് മനസ്സിലായോ? അപ്പൊ ഇ റേസ്ഡ് എക്ക് നമ്മൾ ബി എന്ന് കൊടുത്തു. ഇനിയും നെക്സ്റ്റ് എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് എസ് ക്യൂബ് പ്ലസ് ഇ റേസ്ഡ് എക്സ് ക്യൂബ് കിടപ്പില്ലേ രണ്ടിടത്ത്, അതായത് കോസിന്റെ അകത്തെ വാല്യൂ എന്താ, എക്സ് ക്യൂബ് പ്ലസ് ഇ റേസ്ഡ് എക്സ് ക്യൂബ്. അല്ലാതെ റൂട്ടിനകത്തും ആര് തന്നെ കിടക്കുന്നേ, എക്സ് ക്യൂബ് പ്ലസ് ഇ റേസ്ഡ് എക്സ് ക്യൂബ് അല്ലേ കിടക്കുന്നേ, ആണല്ലോ. അപ്പൊ നമ്മൾ അവിടെ എന്തുവാ ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സ് ക്യൂബ് എന്തുവാ എ ആണല്ലോ, ഇ റേസ്ഡ് എക്സ് ക്യൂബ് എന്തുവാ, ഇ റേസ്ഡ് എക്സ് ക്യൂബ് എന്ന് പറയുന്നത് എന്താ, ഇ റേസ്ഡ് എ അല്ലേ, അതെന്തുവാ ബി. അപ്പൊ ആ എ പ്ലസ് ബി എന്നുള്ളതിനെ നമുക്ക് എന്തായിട്ട് കൊടുക്കാം, സി ആയിട്ട് അങ്ങ് കൊടുക്കുക. മനസ്സിലായോ ഓരോ. പിന്നെ അടുത്തത് ഡി. ഡി എന്ന് പറയുമ്പോ ആരാ, സി നമ്മൾ പറഞ്ഞ എക്സ് ക്യൂബ് പ്ലസ് ഇ റേസ്ഡ് എക്സ് ക്യൂബ് ആണ്. അപ്പൊ റൂട്ട് എക്സ് ക്യൂബ് പ്ലസ് ഇ റേസ്ഡ് എക്സ് ക്യൂബിനെ എങ്ങനെ കൊടുക്കാം, റൂട്ട് സി, അത് ഡി ആയിട്ട് കൊടുത്തു. പിന്നെ അടുത്ത ടേം ഏതാ, കോസിന്റെ ടേം ഉണ്ട്. അപ്പൊ കോസ് സി എന്താ ഇ ആയിട്ട് കൊടുത്തു. പിന്നെ ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുമ്പോഴാണല്ലോ ആ ഒരു ഫംഗ്ഷൻ കിട്ടുന്നത്, അത് എഫ് ആയിട്ട് കൊടുത്തു. മനസ്സിലായല്ലോ. ഇത് ഈ ഒരു രീതി തന്നെ കൊടുക്കണമെന്നൊന്നും ഇല്ല. ഇപ്പം ഈ ഇസഡ് ഈക്വൽ ടു ഡബ്ല്യു എക്സ് പ്ലസ് ബി എന്ന് പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമ്മൾ ടി വൺ എക്സ് ആയിട്ട് എടുത്തു, ടി വൺ എക്സ് ആയിട്ട് എടുത്തു. പിന്നെ ടി വൺ എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഡബ്ല്യു എക്സ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം, ഡബ്ല്യു ടി വൺ എന്ന് എഴുതാം, അത് ടി ടു ആയിട്ട് കൊടുത്തു. പിന്നെ ടി ത്രീ ആണെങ്കിൽ ഇവിടെ എടുത്തിരിക്കുന്നത് ടി ടു പ്ലസ് ബി എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു. ബി ഇവിടെ എന്താ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബി എ ഡബ്ല്യു കോൺസ്റ്റന്റിനൊന്നും ഇത് സാധനം കൊടുക്കത്തില്ല കേട്ടോ, വേരിയബിൾസിന് മാത്രമേ നമ്മൾ ആ ഒരു ഇത് ചെയ്യത്തുള്ളൂ. ഇവിടെ ടി വൺ ടി ടു ഒന്നും ഉപയോഗിക്കണമെന്നില്ല, എയും ബിയും ഒക്കെ ഉപയോഗിക്കാം. പിന്നെ അതിന്റെ ഡെറിവേറ്റീവ് എടുത്തു, പിന്നെ ബാക്ക് പ്രൊപ്പഗേഷൻ ഇതേപോലെ തന്നെ. ഇവിടെ ആണെങ്കിൽ y ഈക്വൽ ടു 1/1 പ്ലസ് ഇ റേസ് മൈനസ് ഇസഡ്. ഞാൻ ടി വണ്ണിനെ ഇസഡ് ആയിട്ട് എടുത്തു. പിന്നെ ടി വൺ ഇസഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ടി ടുവിനെ എങ്ങനെ എടുക്കാം, ഇ റേസ്റ്റ് മൈനസ് ടി വൺ. ഇത് വേറെ രീതിയിലും എടുക്കാം, അതായത് ടി വണ്ണിനെ മൈനസ് ഇസഡ് ആയിട്ട് എടുക്കാൻ വേണമെങ്കിൽ, അതായത് മൈനസ് ഇസഡിനെ ഡയറക്റ്റ് ടി വൺ ആയിട്ട് എടുത്തിട്ട് ടി ടു എങ്ങനെ എഴുതാം, ഇ റേസ്റ്റ് ടി വൺ എന്ന് എഴുതാം. അങ്ങനെ പല രീതിയിൽ എഴുതാം. അങ്ങനെ നമുക്ക് ഈ ഒരു സാധനത്തിനകത്ത് അങ്ങനെ പല രീതിയിൽ എഴുതാം. ഇപ്പൊ ഇ റേസ്റ്റ് ഞാൻ ഇവിടെ എടുത്ത് ഇസഡിനെ ടി വൺ ആക്കി എടുത്തു. അങ്ങനെയെങ്കിൽ ടി ടു എന്താ, ഇ റേസ്റ്റ് മൈനസ് ഇസഡ് അല്ലേ, അപ്പൊ ഇ റേസ്റ്റ് മൈനസ് ഇസഡിന് എന്താ ടി വൺ. അല്ലാതെ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നെ ഫൈനലി ടി ത്രീ ഈക്വൽ ടു 1/1 പ്ലസ് ഞാൻ എന്ത് എഴുതി,
T2 എഴുതി. T2 എന്താ ഈ റേസ്റ്റ് മൈനസ് ഇസഡ് അങ്ങനെ എഴുതി. ഇനി വേറൊരു രീതിയിൽ എഴുതാന്നും കൂടെ ഞാൻ പറയാം. T1നെ മൈനസ് ഇസഡ് എന്ന് ഞാൻ അങ്ങ് എടുത്തു. അപ്പൊ T2 എങ്ങനെ വരും? അതായത് ഇ റേസ്റ്റ് മൈനസ് ഇസഡ് അല്ലേ, മൈനസ് ഇസഡ് എന്തോ T1. അപ്പൊ T2 എന്ത് വരും? ഇ റേസ്റ്റ് T1. ഇനി ഇ റേസ്റ്റ് T1 പ്ലസ് 1, അതായത് ആ ഡിനോമിനേറ്റർ ഉണ്ടല്ലോ 1 പ്ലസ് ഇ റേസ്റ്റ് T1, അതിനെ വേണമെങ്കിൽ T3 ആയിട്ട് എടുക്കാം. T3 ആയിട്ട് എടുക്കാം. എന്നിട്ട് T4 ആയിട്ട് എനിക്ക് ആ ഫുൾ ഫംഗ്ഷൻ കൊടുക്കാം. അതായത് 1/T3 എന്ന് കൊടുക്കാം. നിനക്ക് മനസ്സിലായോ അത്? അങ്ങനെ 4 ഫംഗ്ഷൻ ആക്കി എഴുതാം വേണമെങ്കിൽ. നമുക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. ഇത്രയും സംഭവമുള്ളൂ ഇതിനകത്ത്. പിന്നെ 2 ഹോംവർക്കേ ഉള്ളൂ, ബാക്കിയെല്ലാം പറഞ്ഞു. 5ാമത്തെ തുടങ്ങണോ ഇന്ന്? അത് പ്രൊജക്ഷൻ. അതിന്റെ വ്യത്യാസം എവിടാ? അതിന്റെ കൂടെ വേറൊരു സാധനം കൂടെ ഉണ്ട്, ഓർത്തോനോർമൽ ബേസിസ് എന്ന് പറയുന്നൊരു സാധനം. അത് പറഞ്ഞായിരുന്നോ ഞാൻ? അത് പറഞ്ഞായിരുന്നു. ഓർത്തോഗണൽ അല്ലടാ, ഓർത്തോ നോർമൽ ബേസിസ് എന്ന് പറഞ്ഞാൽ അത് ഞാനിപ്പോ ബുക്ക് എടുത്തപ്പം ലാസ്റ്റ് മിസ് എങ്ങാണ്ട് ചെയ്യിപ്പിച്ച ഒരു 2 ടോപ്പിക് എങ്ങാണ്ട് കിടപ്പുണ്ട് അതിനകത്ത്. അത് പറഞ്ഞായിരുന്നു. അതൊക്കെ പറഞ്ഞായിരുന്നോ? അതെ. അപ്പൊ അത് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു PDF ഉള്ളെന്ന് തോന്നുന്നു. അത് കേട്ടതില്ലയോ? അത് അഭിരാമി അത് കേട്ടിട്ടില്ലെന്ന് പറഞ്ഞു. അവളിപ്പോ ഇല്ലല്ലോ. അവളോട് ചോദിക്കട്ടെ, അവളോട് എപ്പോഴും വരുന്ന അവളുടെ ടൈം കൂടെ നോക്കിയിട്ട് വെക്കാം. അവളത് കേട്ടില്ലെന്ന് പറഞ്ഞ.